കേരള PSC ഇന്ന് നടത്തിയ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്ക് പരീക്ഷയുടെ വിശകലനവുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. വിവിധ ജില്ലകളിലെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ വഴിയുള്ള റിക്രൂട്ട്മെൻറ്റ് എന്നിവയ്ക്കും ഇന്നത്തെ എക്സാം ബാധകമാണ്. പരീക്ഷയുടെ പ്രധാനപ്പെട്ട വിവരങ്ങൾ നോക്കാം. 2025 മെയ് 17 ശനിയാഴ്ചയാണ് എക്സാം നടത്തിയത്. 100 മാർക്കിൻ്റെ OMR എക്സാമാണ് നടത്തിയത്. 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള എക്സാമായിരുന്നു. ആകെ 100 മാർക്കിൻ്റെ എക്സാമാണ് ഇന്ന് നടത്തപ്പെട്ടത്. മലയാളം, തമിഴ്, കന്നഡ മീഡിയങ്ങളിൽ ഉൾപ്പെട്ടവർക്കും ഇന്നായിരുന്നു എക്സാം. ഇത് ജനറൽ റിക്രൂട്ട്മെൻറ്റ്, OBC, SC ST, ലാറ്റിൻ കാത്തലിക് ആംഗ്ലോ ഇന്ത്യൻ, SIUC നാടാർ, ഹിന്ദു നാടാർ, ധീവര, SEC തുടങ്ങിയ NCA വിഭാഗങ്ങൾക്കും ഇന്നത്തെ എക്സാം ബാധകമായിരുന്നു. 2025 ഫെബ്രുവരി 20 മുതൽ മാർച്ച് 11 വരെ കൺഫർമേഷൻ നൽകിയവർക്കാണ് ഇന്നത്തെ എക്സാം എഴുതാൻ സാധിച്ചത്. 2025 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സിവിൽ എക്സൈസ് ട്രെയിനി എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്കുകൾ ഔദ്യോഗികമായിട്ട് 1-2 മാസങ്ങൾക്കുള്ളിൽ പ്രസിദ്ധീകരിക്കും. എന്നിരുന്നാലും ഇന്നത്തെ എക്സാമിൻ്റെ വിശകലനം ചെയ്തുകൊണ്ട് നമ്മൾ കട്ട് ഓഫ് മാർക്കുകൾ ഇവിടെ പറയുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഏകദേശം 59 മാർക്ക് വരെ കട്ട് ഓഫ് മാർക്ക് ഉയർന്നിരുന്നു. എന്നിരുന്നാലും ഇത്തവണ അത്രയും ഉയരുകയില്ല. അതിന് ചില കാരണങ്ങളുണ്ട്. ഒന്നാമത് പരീക്ഷയുടെ ബുദ്ധിമുട്ടിൻ്റെ നില. സ്പെഷ്യൽ ടോപ്പിക്കുകൾ കൂടി ഇത്തവണ ഉള്ളതാണ്. കഴിഞ്ഞ വർഷവും അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഉണ്ടായിരുന്നു. ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിലുള്ള കുറവ് ഇത്തവണ കഴിഞ്ഞ തവണത്തേക്കാളും കൂടുതലാണ്. അതേപോലെ തന്നെ ഒഴിവുകളുടെ എണ്ണവും ആൻറ്റിസിപ്പേറ്ററി ഒഴിവുകളാണ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഘടകങ്ങളൊക്കെ കട്ട് ഓഫ് മാർക്കിനെ സ്വാധീനിക്കുന്നതാണ്. അതുപോലെ തന്നെ റിസർവേഷൻ വിഭാഗങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള കട്ട് ഓഫ് മാർക്കുകൾ ഉണ്ടാകാം. അപ്പോൾ ഇന്നത്തെ എക്സാം അനുമാനിക്കുമ്പോൾ നമ്മൾ വരുന്ന ഒരു കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ഫിസിക്കൽ ടെസ്റ്റിംഗ് കൂടി ഉള്ളത് കൊണ്ട് തന്നെ 45 മുതൽ 55 വരെ മാർക്കായിരിക്കും ഒരു റേഞ്ച് കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്.